ഒരു ഇൻ്റർവ്യൂവിന് പോയ കഥ പറയാം. ഇൻ്റർവ്യൂ നടക്കുന്നത് ഹൈദരാബാദാണ്. ഫ്രണ്ട് പറഞ്ഞു, ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്, നീ ഒന്ന് ചെന്ന് നോക്കുന്നു. എന്നാൽ പിന്നെ പോയി നോക്കാം, എന്തായാലും തൊഴിലില്ലാതെ നടക്കുകയല്ലേ, അതെങ്കിലും സെറ്റായാലോ. അങ്ങനെ ബാഗ് പാക്ക് ചെയ്തു. 2-3 ഫ്രണ്ട്സിനെ കൂടി വിളിച്ചു. നാട് വിട്ടു പോകുന്നൊരു ഫീല്. ഏതായാലും ഹൈദരാബാദ് കണ്ടിട്ടില്ല, എന്നാൽ പിന്നെ ഹൈദരാബാദ് കണ്ടിട്ട് വരാമെന്നുള്ളൊരു മൈൻഡിൽ പോക്ക് തന്നെ. കണ്ണൂരിൽ നിന്ന് നേരെ മംഗലാപുരത്തേക്ക്. അവിടുന്ന് ഫുഡും കഴിച്ച് ബസ്സിൽ നേരെ ഹൈദരാബാദേക്ക്. രാവിലെ 9 മണിയോടെ എത്തുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാവിലെ ഹൈദരാബാദ് എത്തി. അവിടുത്തെ 2-3 കറക്കം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇൻ്റർവ്യൂവിന് പോയ സ്ഥലത്ത് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പരിപാടിയൊക്കെ കഴിയുമ്പോൾ വൈകുന്നേരം 6 മണിയായി. ഞങ്ങളെല്ലാവരും ഭയങ്കര ടയേർഡാണ്. റൂമിലെത്തി. ഇൻ്റർവ്യൂയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡിഗോ എയർലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞങ്ങൾ പഠിച്ചത് ഏവിയേഷൻ തന്നെയാണ്. എന്തായാലും അതെന്താവുമെന്ന് അറിയില്ല. ഇനി നാട്ടിൽ പോകാനുള്ള തന്ത്രപ്പാടാണ്. ഫുഡ് കഴിച്ച് തിരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞങ്ങൾ നിന്ന റൂമിനടുത്ത് തന്നെ ഒരു മലയാളി ഹോട്ടലുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ഫുഡാണ്. തിരിച്ചു വരുത്താണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബാംഗ്ലൂർ വരെ ജനറലിന് വന്നു. ജനറൽ ക്ലാസ് അല്ലെങ്കിലും പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. കാല് കുത്താൻ സ്ഥലമില്ലെങ്കിലും എല്ലാതരം ആൾക്കാരും അതിനകത്തുണ്ടാവും. ഇതേ ഒരു കുരങ്ങൻ. അങ്ങനെ രാവിലെ ബാംഗ്ലൂർ എത്തി. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ബാംഗ്ലൂർ ടു കണ്ണൂർ ജനറൽ തന്നെ വരണമെന്നാണ് നിയമം. വീട്ടിൽ പോകാൻ വേറെ വഴിയില്ല, കയ്യിലാണെങ്കിൽ അധികം പൈസയും ഇല്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ നാട്ടിലെത്തി. ഇനി ഒരു വിശ്രമം അനിവാര്യമാണ്. അപ്പോൾ ശരി.